कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्रील प्रभुपाद की जय। जय राधा माधवा कुंज बिहारी जय कुंज बिहारी जय राधा माधवा कुंज बिहारी
प्रकाशितं येन तस्मै श्रीगुरवे नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरि ओम। ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞു, അനിത്വം പ്രഭു പറഞ്ഞു, നമ്മളെല്ലാ സൺഡേസിലും ഭഗവത്ഗീതയാണ് വായിക്കുന്നത്. ഭഗവത്ഗീത സത്സംഗമാണ് ഇവിടെ ചെയ്യുന്നത്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഗുരുപരമ്പരയിലൂടെ, ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് ഭഗവത്ഗീത തന്നിട്ടുണ്ട്. ആ ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും വായിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊരു സേവ എനിക്കും തന്നു പ്രഭു മാതാജിയും. ഇവിടെ എല്ലാവരും ഭക്തന്മാരാണ്. എല്ലാവരും കൈകൾ ഉയർത്തി ഭഗവാന്റെ നാമം ജപിച്ചു അല്ലേ? എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ചു. ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് ഭഗവാന്റെ ഭക്തൻ? ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ആദ്യം പറഞ്ഞത്, ആരൊക്കെയാണോ കൃഷ്ണനാമം ജപിക്കുന്നത്, ആരാണോ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ജപിക്കുന്നത്, അവരെല്ലാവരും ഭക്തന്മാർ തന്നെയാണ് എന്ന് പറഞ്ഞു. കലിയുഗത്തിൽ ആരൊക്കെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, നാമം ജപിക്കുന്നവരെല്ലാവരും ഭക്തന്മാരാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആരാണ്? ഭക്തന്മാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾക്ക് വലിയ സന്തോഷമാണ് ഭക്തന്മാരുടെ ഇടയ്ക്ക് ഭഗവാനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് സത്സംഗം അല്ലേ? അതിലാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം. അപ്പോൾ ഇവിടെ നമുക്ക് 7-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത കയ്യിലുള്ളവർക്ക് നോക്കാം. യഥാരൂപം പുസ്തകത്തിലാണ് വായിക്കുന്നത്. 7-ാമത്തെ അധ്യായം ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ച് അറിയേണ്ടതിനെ കുറിച്ച്, ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്, ഇതൊക്കെ ഭഗവാൻ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിലെ അവസാനത്തെ ശ്ലോകത്തിൽ 3 തരത്തിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ശ്ലോകം വായിക്കാം. 7-ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം, അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകമാണ്. ആ അധ്യായത്തിൽ 30 ശ്ലോകമാണുള്ളത്. നമുക്ക് 30-ാമത്തെ ശ്ലോകം വായിക്കാം. എത്ര സമയം? 12:45 വരെ. യെസ്. അപ്പോൾ ആ ശ്ലോകം വായിക്കാം. 7-ാമത്തെ അധ്യായം 30-ാമത്തെ ശ്ലോകം. സാധിഭൂതാദി ദൈവം മാം, സാധിഭൂതാനി ദൈവം മാം, സാധിയജ്ഞം ചയേ വിദുഃ, പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസഃ, സാധിഭൂതാദിദൈവം മാം, സാധിഭൂതാനി ദൈവം മാം, സാധിയജ്ഞം ചയേ വിദുഃ, സാധിയജ്ഞം ചയേ വിദുഃ, പ്രയാണകാലേ അപി ച മാം, പ്രയാണകാലേ അപി ച മാം, തേ വിദുർയുക്തചേതസഃ, തേ
विधुर्युक्तचेतसः साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकाले अपि च मां प्रयाणकाले अपि च मां ते विदुर्युक्तचेतसः ये विदुर्युक्तचेतसः വായിച്ചോളൂ ശ്ലോകം വായിക്കുന്നവർ വായിച്ചോളൂ साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकाले अपि च मां प्रयाणकाले अपि च मां ते विदुर्युक्तचेतसः साधिभूतादिदैवं मां प्रयाणकाले अपि च मां देवि दुर्युक्तचेतसः വേറെ ആരാ വായിക്കുന്നത്? അവിടെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ട്. ഭഗവത്ഗീത ആരെന്തോ പറഞ്ഞെടുക്കായിരുന്നു പുറത്ത് ബാക്കിൽ അവർക്ക് ഭഗവത്ഗീത ഉണ്ടെങ്കിൽ കൊടുക്കാം. ശ്ലോകം വായിച്ചോളൂ. അത് ഇംഗ്ലീഷിലാണ് ചിലപ്പോൾ അവർക്ക് കിട്ടുക. മലയാളം മലയാളം साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकाले अपि च मां प्रयाणकाले अपि च मां ते विदुर्युक्तचेतसः ते विदुर्युक्तचेतसः വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः. वेरी गुड. ओके. साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः. साधिभूतादिदैवं मां साधिभूतादिदैवं मां साधियज्ञं च ये विदुः साधियज्ञं च ये विदुः प्रयाणकाले अपि च मां ते प्रयाणकालेऽपि च मां विदुर्युक्तचेतसः ते विदुर्युक्तचेतसः. ധാരാളം വായിക്കുന്നുണ്ട്. എല്ലാവർക്കും വായിക്കാം. ഭഗവാൻ പറയുന്നുണ്ട്, ഗീതയിൽ ശ്ലോകം വായിച്ച് തെറ്റിയാലൊന്നും കുഴപ്പമില്ല അല്ലെ. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയം. കുറച്ചെങ്കിലും നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്, അതിന് ദോഷമൊന്നുമില്ല എന്ന് പറയുന്നു. साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः. साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते विदुर्युक्तचेतसः. साधिभूतादिदैवं मां साधियज्ञं च ये विदुः प्रयाणकालेऽपि च मां ते
ते विदुर्युक्तचेतसः വായിച്ചോളൂ. സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഃ പ്രയാണകാലേ അഭിചമാം തേ വിദുർയുക്തചേതസഃ സാധിഭൂതാദിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഃ അഭിചമാം ചമാം പ്രയാണകാലേ അഭിചമാം തേ വിദുർയുക്തചേതസഃ. ഓക്കെ, വെരി ഗുഡ്. യെസ്, വാക്കാർത്ഥം വായിക്കാം. മാം എന്നെ സാധിഭൂതാദിദൈവം ലോകസർഗത്തെയും ദേവഗണത്തെയും നിയന്ത്രിക്കുന്ന സാധിയജ്ഞം യജ്ഞമൂർത്തിയായി ഏവർ വിദുഃ അറിയുന്നുവോ തേച്ച അവരും യുക്തചേതസഃ എന്നിൽ മനസ്സുറച്ചവരായി പ്രയാണകാലേ ച അഭി മരണകാലത്തിനും മാം എന്നെ വിദുഃ സ്മരിക്കുന്നു. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ബുക്കും തരം വായിക്കുന്നു. ശബ്ദം വേണ്ട, അത് എല്ലാവർക്കും കേൾക്കണ്ടേ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ദിവ്യ പൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ് ശ്രീല പ്രഭുപാദ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവർ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല. കൃഷ്ണാവബോധത്താലുള്ള അതീന്ദ്രിയ സമ്പർക്കം കൊണ്ട് ഭഗവാൻ ഏതു വിധത്തിൽ ഭൗതിക പ്രപഞ്ചത്തെയും ദേവന്മാരെയും കൂടി നിയന്ത്രിക്കുന്നു എന്ന് അയാൾക്ക് അറിയാൻ കഴിയും. ക്രമേണ അതേ സമ്പർക്കം കൊണ്ട് തന്നെ ഭഗവാനിൽ വിശ്വാസദാർഢ്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കൃഷ്ണാവബോധവാനായ ഒരാൾക്ക് മരണസമയത്ത് കൃഷ്ണനെ വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായി ഭഗവത് ധാമമായ ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരും. ഒരാൾക്ക് എങ്ങനെ തികച്ചും കൃഷ്ണാവബോധം ആവും എന്നതാണ് ഈ 7-ാം അധ്യായത്തിന്റെ വിഷയം. കൃഷ്ണാവബോധം ഉദിക്കുന്നത് അതുള്ളവരുമായി സഹവസിക്കുന്നത് കൊണ്ടാണ്. ആധ്യാത്മികമായ ഈ സമ്പർക്കം നേരിട്ട് മനുഷ്യനെ ഭഗവാനോട് അടുപ്പിക്കുന്നു. അവിടുത്തെ കരുണയാൽ കൃഷ്ണനാണ് പരമപുരുഷൻ എന്ന അറിവുണ്ടാകും. ഒപ്പം തന്നെ ജീവാത്മാവിന്റെ മൂലസ്വരൂപം എന്ത് എന്നും കൃഷ്ണനെ വിസ്മരിച്ച് ഭൗതിക കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് എങ്ങനെ എന്നും അയാൾ അറിയുന്നു. സത്സംഗം കൊണ്ട് കൃഷ്ണാവബോധം വളർന്നു വരുമ്പോൾ ജീവാത്മാവിന് മനസ്സിലാവും താൻ കൃഷ്ണനെ മറന്നുപോയതുകൊണ്ടാണ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനപ്പെട്ട് ബദ്ധനായത് എന്ന്.
ഈ മനുഷ്യജന്മം കൃഷ്ണാവബോധം വീണ്ടെടുക്കാൻ ഉതകുന്ന ഒരു അവസരം തരുന്നു എന്നും അതിനെ അകാരണമായ ഭഗവത് കാരുണ്യ ലബ്ധിക്ക് വേണ്ടി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം എന്നും കൂടി ബോധ്യപ്പെടും. ഈ അധ്യായത്തിൽ പല വിഷയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലേശങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ജിജ്ഞാസു, ഭൗതിക സൗകര്യങ്ങൾ തേടുന്നവൻ, ബ്രഹ്മജ്ഞാനം, പരമജ്ഞാനം, ജനന മരണ രോഗാദികളിൽ നിന്നുള്ള മോചനം, ഭഗവത് ആരാധന എന്നിങ്ങനെ പലതും. കൃഷ്ണാവബോധം ശരിക്ക് വളർന്നിട്ടുള്ള ഒരാൾ ഈ വ്യത്യസ്തമായ പ്രക്രിയകളെ കാര്യമായി എടുക്കാറില്ല. അയാൾ കൃഷ്ണാവബോധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കൃഷ്ണന്റെ നിത്യദാസനാണെന്ന സ്വാഭാവിക അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യും. ആ നിലയിൽ ഭഗവത് സേവന നിരതനായി കൃഷ്ണകഥ ശ്രവണത്തിലും സ്തുതികളിലും അയാൾ സന്തുഷ്ടി കൊള്ളും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്ന് ആ ഭക്തന് അറിയാം. ഈ ഉറച്ച വിശ്വാസത്തെയാണ് ദൃഢവ്രതം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിന്റെ അല്ലെങ്കിൽ അതീന്ദ്രിയ സേവനത്തിന്റെ ആരംഭം ആണ് ഇത്. സർവശാസ്ത്രങ്ങളും ഇതിനെ അനുകൂലിക്കുന്നു. ആ സ്ഥിര വിശ്വാസത്തിന്റെ കഴമ്പത്രേ ഈ 7-ാം അധ്യായത്തിന്റെ വിഷയം. ജ്ഞാനവിജ്ഞാന യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 7-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. എല്ലാ സത്സംഗങ്ങളിലും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. പ്പെട്ട ആളുകൾക്ക് എത്ര ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയില്ല, അല്ലേ? നമുക്ക് ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ട്? വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, അല്ലെ? ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മഹാഭാരതമുണ്ട്, ഇതിഹാസങ്ങൾ, രാമായണം, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് പഠിക്കാൻ സാധിക്കില്ല, അല്ലേ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ വേദങ്ങളൊക്കെ? അല്ലേ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ സനാതനധർമ്മം പിന്തുടരുന്നവരാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറയും, അല്ലേ? നമ്മളൊക്കെ സനാതനധർമ്മം പിന്തുടരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട്, സനാതനധർമ്മം പിന്തുടരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പിന്തുടരണമെങ്കിൽ എന്ത് വേണം? അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. നമ്മുടെ ഈ സനാതനധർമ്മം എന്തെങ്കിലും ഒരു ഊഹാപോഹമല്ല, അല്ലേ? അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞിട്ട് ഒരു ഊഹത്തിൽ ചെയ്യുന്നതല്ല നമ്മുടെ ധർമ്മം. ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്, തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സനാതന ധർമ്മം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, ഇതൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും എവിടെയും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ പ്രത്യേകം ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളിവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പുസ്തക വിതരണത്തിനൊക്കെ പോകും, ഭഗവത്ഗീതയായിട്ട് ഞങ്ങൾ പോകും. ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂരിൽ സ്റ്റേ ചെയ്ത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പ്രത്യേകം പറയുന്ന ഇതാണ്, ഞങ്ങൾ ഈ വേഷത്തിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെന്തോ ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വലിയ കുറിയൊക്കെ തൊട്ട് മുട്ടയടിച്ച് കാവ്യ വസ്ത്രമൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അവർ പറയും, ആദ്യം തന്നെ പറയും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർഡർ ഉണ്ട്. DD ഓഫീസിൽ നിന്ന്, അവരുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രത്യേകം ഓർഡർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓർഡർ, അല്ലേ? ആരാണ് ഓർഡർ ഇറക്കിയത്? ഹിരണ്യകശിപു, അല്ലേ? ഹിരണ്യകശിപു പുരാതനമായിട്ടുള്ള കാലത്ത് തന്നെ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാ വിദ്യകളും പഠിപ്പിച്ചോളൂ സ്കൂളില്. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇതൊക്കെ പഠിപ്പിച്ചോളൂ. പക്ഷെ എന്ത് പഠിപ്പിക്കരുത്? ഈശ്വരനെ കുറിച്ചൊന്നും പഠിപ്പിക്കരുത്, ഭഗവാനെ കുറിച്ചൊന്നും പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? വലിയൊരു അസുരനാണ്, അല്ലേ? അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഗുരുകുലം എന്നാണ് പണ്ട് പറയാ. സനാതന ധർമ്മത്തിന്റെ പാഠശാലയ്ക്ക് എന്താണ് പറയാ?
ഗുരുകുലം എന്നാണ് പറയാം. ആ ഗുരുകുലത്തിൽ ആരെ കുറിച്ചാണ് പഠിപ്പിക്കുക? പ്രധാനമായിട്ടും ഈശ്വരനെ കുറിച്ച് പഠിപ്പിക്കണം, അല്ലെ? ഭഗവാനെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അതെന്താവുന്നില്ല, ഗുരുകുലം ആകുന്നില്ല. അല്ലെങ്കിൽ ഹിരണ്യകശിപുവിന്റെ ആശ്രമത്തിലും പാഠശാലയിലും എന്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വേദങ്ങളിലുള്ള എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാസ്തുശാസ്ത്രം, ധനുർവിദ്യ, ആയുർവേദം തുടങ്ങിയിട്ടുള്ള എല്ലാ ശാസ്ത്രവും അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹിരണ്യകശിപുവിന്റെ പാഠശാലയെ നമ്മൾക്ക് ഗുരുകുലം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗുരുകുലം എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? അവിടെ ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അപ്പൊ അന്നത്തെ ആ ഹിരണ്യകശിപുവിന്റെ പാഠശാലയും ഇന്നത്തെ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനും കമ്പയർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരേപോലെയാണോ? ഒരേപോലെയാണ് അല്ലേ? എല്ലാം പഠിപ്പിക്കാം, നിങ്ങളെല്ലാം പഠിപ്പിക്കാം. പക്ഷെ ഈശ്വരനെ കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കരുത് എന്നാണ് പറയാം. ഇപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മള് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്, അല്ലെ? വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അപ്പം വിദ്യ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലെ? വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്താണ് വിദ്യ എന്നുള്ളത്. ആ വിദ്യ കിട്ടിക്കഴിഞ്ഞാലുള്ള കുട്ടിയുടെ മാറ്റത്തെ കുറിച്ചും ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് വിദ്യ എന്ന് പറയുന്നുണ്ട്, വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് സ്കൂള്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതാണ്, ഈ വിദ്യയാണ് കൊടുക്കേണ്ടത്, ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റം കുട്ടികൾക്ക് ഉണ്ടാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് വിദ്യ എന്ന്? വിദ്യയുടെ നിർവചനം എന്താണ്? ഈ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, ജ്ഞാനം. എല്ലാ അറിവും വിദ്യയാണോ? ഒരുപാട് അറിവുകളുണ്ട്, അല്ലേ? നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, എല്ലാ ഇൻഫർമേഷനെയും നമുക്ക് അറിവെന്ന് പറയാം. ആ അറിവൊക്കെ വിദ്യ ആകണമെന്നുണ്ടോ? അല്ലേ? പിന്നെ സ്ഥലത്ത് ഒരു കള്ള് ഷോപ്പ് ഉണ്ട് എന്നുള്ളത് എന്താണ്? അറിവാണ്, അല്ലെ? അറിവാണ്. അത് വിദ്യയാണോ? അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കള്ള് കിട്ടും. ഇതെന്താണ്? ഇത് അറിവാണ്. അപ്പൊ വിദ്യ നമുക്ക് അറിവാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആത്മീയ വിദ്യ, അല്ലെ? ആത്മീയ വിദ്യ, അവനവനെ കുറിച്ചുള്ള അറിവിനെയാണ് വിദ്യ എന്ന് പറയും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അധ്യാത്മവിദ്യ വിദ്യാനാം. അധ്യാത്മവിദ്യയാണ്, അവനവനെ കുറിച്ചുള്ള അറിവിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. ബാക്കിയുള്ള വിദ്യയൊക്കെ, എല്ലാ അറിവും നമ്മൾക്ക് വിദ്യയാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം എല്ലാ അറിവ് കിട്ടിക്കഴിഞ്ഞാലും കുട്ടികളിൽ നല്ല മാറ്റം വരണമെന്നില്ല. ഈ വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വിദ്യയുടെ ലക്ഷണം വിദ്യ വിനയസമ്പന്ന. വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിനയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത അനുസരിച്ച് ഓരോ ക്ലാസ് കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ എന്തുണ്ടാവണം? വിനയം ഉണ്ടാവണം. വിദ്യയാണ് കിട്ടുന്നതെങ്കിൽ 10ാം ക്ലാസ് പഠിച്ച കുട്ടിയേക്കാൾ വിനയം ആർക്കുണ്ടായിരിക്കണം? +2 പഠിച്ച കുട്ടികൾക്കുണ്ടാവും, അല്ലെ? ആ +2 പഠിച്ച കുട്ടികളെക്കാൾ വിനയം ആർക്കുണ്ടാവണം? ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്കുണ്ടാവും. ഡിഗ്രി കഴിഞ്ഞ കുട്ടിയേക്കാൾ വിനയം PG കഴിഞ്ഞ കുട്ടിക്കുണ്ടാവും. PG കഴിഞ്ഞ കുട്ടിയേക്കാൾ വിനയം PhD കഴിഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാകണം. ഇതാണ് വിദ്യയുടെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പൊ ഇപ്പോൾ അങ്ങനെയാണോ കാണുന്നത്? അങ്ങനെ കാണുന്നുണ്ടോ? 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയേക്കാൾ വിനയമാണ് +2 കഴിഞ്ഞ കുട്ടിക്ക്. +2 കഴിഞ്ഞ കുട്ടിയേക്കാൾ വിനയമാണ് ഡിഗ്രി. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോറും കുട്ടിക്ക് നമ്മളോടുള്ള ബഹുമാനമൊക്കെ കൂടുന്നുണ്ട്, വീട്ടില് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ഒരു വിനയം കൂടി വരുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്തായിരിക്കില്ല? വിദ്യ ആയിരിക്കണമെന്നില്ല. അപ്പൊ അതും കൂടി നമ്മൾ എന്ത് കൊടുക്കണം? കൂടെ കുട്ടികൾക്ക് കൊടുക്കണം. എന്തായാലും ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അല്ലെ? ഗവൺമെന്റ് പറഞ്ഞത് ഒരിക്കലും കൊടുക്കരുത്, കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ റിസൾട്ട് ഒക്കെ ആരനുഭവിക്കണം? ഗവൺമെന്റ് ആണ് അനുഭവിക്കുന്നത്? അല്ല, നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മളുടെ സമൂഹമാണ്, മുന്നോട്ടുള്ള സമൂഹമാണ് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഗവൺമെന്റിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ എവിടേക്കാണോ വിദ്യ കിട്ടുന്നത് അവിടെ നമ്മൾ വിദ്യ കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ
സന്നദ്ധനായിരിക്കണം. എന്താണ് വിദ്യ, അതിന്റെ മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാ വേദങ്ങളും നമ്മൾക്ക് കലിയുഗത്തിൽ പഠിക്കാൻ സാധിക്കില്ലെങ്കിലും അതെല്ലാം ചുരുക്കത്തില് 700 ശ്ലോകമാക്കിയിട്ട് നമ്മൾക്ക് തന്നിട്ടുണ്ട്. 700 ശ്ലോകം എങ്കിലും നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യമെങ്കിലും നമ്മൾ പഠിച്ചാൽ മതി. അത്ര എളുപ്പത്തിൽ നമ്മൾക്ക് ആചാര്യന്മാർ തന്നിട്ടുണ്ട്. അപ്പം ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം, ഇവിടെ ഭഗവത്ഗീത മുഴുവൻ ചർച്ച ചെയ്തതാണ് അല്ലെ, ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പൊ നമ്മൾക്കറിയാം മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലെ. ആ മഹാഭാരതം വേദങ്ങളുടെ സാരമാണ്. കലിയുഗത്തിൽ നമുക്ക് വേദം മുഴുവൻ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് എഴുതിയതാണ് മഹാഭാരതം. അപ്പൊ വേദം പഠിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് പഠിക്കണം? മഹാഭാരതം പഠിക്കണം അല്ലേ. നമ്മൾ ആരെങ്കിലും മഹാഭാരതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. മഹാഭാരതത്തിൽ എത്ര ശ്ലോകമാണ്? 24,000. അത് വാൽമീകി രാമായണത്തിൽ 1.5 ലക്ഷത്തിലധികം ശ്ലോകങ്ങളുണ്ട്. മഹാഭാരതത്തില് 1.5 ലക്ഷത്തിലധികം ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പറ്റുമോ? അതും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ അത് വീണ്ടും ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഈ മഹാഭാരതത്തിനെ മുഴുവൻ വീണ്ടും ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് എല്ലാം ക്യാപ്സ്യൂൾ ആയി കിട്ടണം അല്ലെ, സ്പൂൺ ഫീഡിങ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് ക്യാപ്സ്യൂൾ ആക്കി തന്നിട്ടുണ്ട്. ആ ക്യാപ്സ്യൂളാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തില് എടുത്തു പറയുന്നുണ്ട്. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്രാദ്വിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഭാരതാമൃത സർവസ്വം, മഹാഭാരതം മുഴുവൻ ഒരു ക്യാപ്സ്യൂൾ ആക്കിയതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഭഗവത്ഗീതയാണ് കലിയുഗത്തിൽ പഠിക്കേണ്ട ശാസ്ത്രം. കലിയുഗത്തിൽ നമ്മൾ ഏത് ശാസ്ത്രമാണ് പഠിക്കേണ്ടത്? ഭഗവത്ഗീതയാണ് പഠിക്കേണ്ടത്. ആരാണ് പറയുന്നത്? എല്ലാ ആചാര്യന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗീതാമഹാത്മ്യത്തിൽ ശങ്കരാചാര്യര് ഗീതാമഹാത്മ്യത്തിൽ 7 ശ്ലോകം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അദ്ദേഹം പറയുന്നു, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. കലിയുഗത്തിൽ നമ്മൾക്ക് ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി. ഏതാണ്? ദേവകീ പുത്രഗീതം. ദേവകീ പുത്രഗീതം. ദേവകീ പുത്രൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലെ. ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗീതമാണ് നമ്മൾ കലിയുഗത്തില് ശാസ്ത്രമായിട്ട് പഠിക്കേണ്ടത്. കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലെല്ലാം ഉണ്ട് അല്ലെ. ഈ ഗീതയിൽ തന്നെ എല്ലാം ഉണ്ട്. സർവോപനിഷദോ ഗാവോ, എല്ലാ ഉപനിഷത്തിന്റെയും സാരമാണ് ഈ ഭഗവത്ഗീത. അപ്പോൾ ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമാണ് നമ്മൾക്ക് പഠിക്കേണ്ട ശാസ്ത്രം കലിയുഗത്തില് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ദേവകീ പുത്രം ഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് അറിയുന്ന ശാസ്ത്രമാണ് അല്ലെ. 2 ശാസ്ത്രങ്ങളുണ്ട് ദേവകീ പുത്ര ഗീതമായിട്ട്. ഒന്ന് ഭഗവത്ഗീതയാണ്. ഭഗവാൻ പറഞ്ഞതുകൊണ്ട് അതെന്തായി? ഭഗവത്ഗീത, ഭഗവാന്റെ ഗീതം അല്ലെ. ഭഗവാൻ പറഞ്ഞത് ഭഗവത്ഗീത. ഇനി ദേവകീപുത്ര ഗീതമായിട്ട് വേറൊരു പുസ്തകം കൂടെയുണ്ട്, ശ്രീമദ് ഭാഗവതം അല്ലെ. അതെങ്ങനെയാണ് ദേവകീപുത്ര ഗീതമാകുന്നത്? അത് ഭഗവാനെ കുറിച്ച് പറഞ്ഞു. ദേവകീ പുത്രഗീതം, കൃഷ്ണസ്യ ഗീതം, കൃഷ്ണേന ഗീതം. ഒന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞതാണ്. കൃഷ്ണേന ഗീതം, കൃഷ്ണൻ തന്നെ പറഞ്ഞതാണ് ഭഗവത്ഗീത അല്ലെ. കൃഷ്ണസ്യ ഗീതമുണ്ട്, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കൃഷ്ണനെ കുറിച്ച് പറയുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവതം. അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞതനുസരിച്ച് ദേവകീ പുത്ര ഗീതമായിട്ട് 2 ശാസ്ത്രമാണ് ഉള്ളത്. അതേതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതം. അത് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മറ്റെല്ലാ ഉപനിഷത്തും വേദങ്ങളും ഒക്കെ പിന്തുടരുന്നതിന്റെ ആ ഒരു ഫലം, അതിന്റെ ഒരു അറിവ് നമ്മൾക്ക് കിട്ടും. അപ്പൊ നമ്മൾക്ക് കുട്ടികൾക്ക് ഇന്ന് കൊടുക്കേണ്ടത് ഏതാണ്? ഭഗവത്ഗീതയാണ് അല്ലെ. ഭഗവത്ഗീതയിലെ ജ്ഞാനമാണ്. ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത, നേരിട്ട് ഭഗവാനെ കുറിച്ച് തന്നെ പറയുന്നു എന്നുള്ളതാണ്. എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്നത് ആരെ കുറിച്ച് തന്നെയാണ്? ഭഗവാനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ നമ്മൾക്കത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത് കുറച്ച് വളഞ്ഞ വഴി കൂടിയാണ് പറഞ്ഞു തരുന്നത് അല്ലേ. കാരണം
അത് എല്ലാ വേദങ്ങൾ പഠിക്കുന്ന എല്ലാവരും ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി ആയിരിക്കില്ല വേദം പഠിക്കുന്നത്. വേദ പഠനത്തിന് പോകുന്ന പലരും പറയും ചിലപ്പോൾ, ഞാൻ വേദം പഠിച്ചിട്ടുണ്ട്, ഞാൻ വേദം പഠിക്കാൻ പോകുന്നുണ്ട്, എനിക്ക് വേദങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ അറിയാം, ഞാൻ ചതുർവേദിയാണ് അല്ലെങ്കിൽ ത്രിവേദിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ വേദം പഠിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അല്ലെ? യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ശ്ലോകങ്ങളൊക്കെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ വേദത്തിന്റെ ഉദ്ദേശം എന്താണ്? വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. വേദേഷു സർവേ അഹമേവ വേദ്യോ, എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദങ്ങളിൽ നേരിട്ട് ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പല വിധത്തില് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? പൂന്താനം പറയുന്നുണ്ട്, മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പല തരത്തിലുള്ള ആളുകളുണ്ട്, അവർക്ക് പലതരത്തിൽ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേദങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വ്യത്യസ്ത ദേവന്മാർക്കുള്ള യജ്ഞങ്ങള്, ഭൂതഗണങ്ങൾക്കുള്ള യജ്ഞങ്ങൾ, ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ആളുകൾ പറയും, ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ അത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഭഗവത്ഗീതയിൽ നമ്മൾക്ക് പറഞ്ഞത്. ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവസാനം നമ്മൾക്ക് കിട്ടേണ്ട ജ്ഞാനം എന്താണ്? അവസാനം നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? അതിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. എൻഡ് ഓഫ് നോളജ്, ആ അറിവിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ രാജവിദ്യ എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന ജ്ഞാനമാണ് ഭഗവത്ഗീതയിൽ നമ്മൾക്ക് ഭഗവാൻ തന്നെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തില് ഭഗവാൻ ആ ഒരു ജ്ഞാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് നമ്മളെ എന്തെല്ലാം മനസ്സിലാക്കണം? 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ ശ്ലോകം നമ്മൾ വായിച്ചു. സാധിഭൂതാദി ദൈവം മാം സാധിയജ്ഞം ചെയ്തു പ്രയാണകാലയ വിഷമാം തേ വിദുർ യുക്ത ചേതസാണ്. ഭഗവാനെ കുറിച്ചുള്ള ഓരോ അറിവും വളരെ പ്രധാനമാണെന്നാണ്. ഭഗവാനെ കുറിച്ച് ഓരോ അറിവും നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അറിവാണ്, വലിയ നേട്ടമാണ് എന്നാണ് പറയുന്നത്. അത് ഒരുപാട് ജന്മങ്ങളിലൂടെയാണ് നമ്മൾക്ക് കിട്ടി വരുന്നത്. ഒറ്റ ജന്മം കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം എന്താണ്? ഭഗവാൻ വിഭുവാണ്, അല്ലേ? നമ്മൾ ചെറിയൊരു ആണ് മാത്രമാണ്, നമ്മൾ ചെറിയൊരു അംശം മാത്രമാണ്. അപ്പൊ അംശമായിട്ടുള്ള നമ്മൾക്ക് ആ വിഭുവായിട്ടുള്ള ഭഗവാനെ കുറിച്ച് അറിയാൻ കുറേ സമയമെടുക്കും. മാത്രമല്ല ഭഗവാൻ ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, അല്ലെ? ഭഗവാനാണ് ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തി. അർജുനന് മനസ്സിലായി, അർജുന അത് പറയുന്നുണ്ട്, അല്ലെ? പരം ബ്രഹ്മ പരം ധാമ പവിത്രം. പവിത്രം എന്ന് ഭഗവാനെ കുറിച്ച് അർജുനൻ പറയുന്നുണ്ട്. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശുദ്ധനാണ്. ഏറ്റവും ശുദ്ധനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾക്കും എന്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം? ആ ശുദ്ധത ഉണ്ടായിരിക്കണം. ആത്മീയമായിട്ടുള്ള ശുദ്ധത നമ്മൾക്ക് ഉണ്ടെങ്കിലേ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് കിട്ടുള്ളൂ. ഭഗവാൻ അത് പറയുന്നുണ്ട്, പൂതാം അദ്ഭാവം മാഗതാം ബഹുനാം ജ്ഞാന തപസ പൂതാം അദ്ഭാവ മാഗതാം. ഒരുപാട് ജന്മങ്ങളിലെ ജ്ഞാനത്തിന്റെയും തപസ്സിന്റെയും ഫലമായിട്ടാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം കിട്ടുന്നത്, ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ കേൾക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ എന്താണ് നേട്ടം? നമ്മൾ നേരത്തെ പറഞ്ഞ അറിവ് എന്ന് പറഞ്ഞ് നമ്മളെ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണെന്ന് പറഞ്ഞു, അല്ലേ? പലതരത്തിലുള്ള അറിവുണ്ട്. ഓരോ അറിവിനും ഓരോ ഫലമാണുള്ളത്. എല്ലാ അറിവിനും ഒരേപോലെയുള്ള അറിവല്ല, ഒരേപോലെയുള്ള ഫലമല്ല ഉള്ളത്, അല്ലേ? ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വീട്ടിലുള്ള ഒരാളെ കുറിച്ചുള്ള അറിവ്, അടുത്തുള്ള വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അവര് ഭാര്യ ഭർത്താവും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ഇതൊരു അറിവാണ്, അല്ലേ? അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിൽ നമ്മൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ? അവരുടെ ടെൻഷൻ നമ്മുടെ തലയിലേക്ക് നമ്മൾ കയറ്റും, അല്ലേ? അവർക്ക് ടെൻഷൻ അത് നമ്മുടെ തലയിലേക്ക് കയറ്റും. ഇതാണ് ആ അറിവ് കൊണ്ടുള്ള പ്രയോജനം.
പക്ഷെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് പറയുന്നു അല്ലെ. 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നത് പോലെയല്ല ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാൻ പറയുന്നത് എന്താണ് പറയുന്നത്? 4-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സോർജുന. മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നത് പോലെയല്ല എന്നെ കുറിച്ച് അറിയുന്നത്. ഭഗവാനെ കുറിച്ചുള്ള ഓരോ അറിവും എന്താണെന്ന് പറയുന്നു? ദിവ്യമാണ് എന്ന് പറയും. സാധാരണ ഒരു അറിവല്ല. ജന്മകർമ്മച്ചമേ ദിവ്യം. പക്ഷെ അത് എങ്ങനെ അറിയണം? ശരിയായിട്ട് തന്നെ അറിയണം. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഊഹങ്ങൾ ഉണ്ടാക്കി അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അല്ലെ. ഇപ്പൊ നമ്മള് പല കാർട്ടൂണിലൊക്കെ വരാറുണ്ട്. ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്താണ് പൂജാരിയുടെ പുറകെ പോയി എന്താണ് കലത്തിൽ എന്താണ് കലം തൊട്ട് മുഖത്തൊക്കെ കരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അറിയാനല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഏവം വേത്തി തത്വതഃ. എന്തൊക്കെയാണോ ഭഗവാൻ ചെയ്തിട്ടും പറഞ്ഞിട്ടുമുള്ളത് അത് അതേപടി തന്നെ അറിയണം അല്ലെ. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഇപ്പൊ എന്നെ കുറിച്ച് ആരെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ചെയ്തിട്ടും പറഞ്ഞിട്ടുമുള്ള കാര്യങ്ങൾ തന്നെ അറിയണം. അല്ലാതെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും? അത് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കുറിച്ചുള്ള ഒരു അറിവാണ്. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഭഗവാൻ എടുത്തു പറയുന്നത് ഏവം വേത്തി തത്വതഃ. സത്യമായിട്ട് വാസ്തവമായിട്ട് അതേപടി അറിയണമെന്നാണ് പറയുന്നത്. ആരാണോ അങ്ങനെ അറിയുന്നത്, ഊഹാപോഹങ്ങളല്ല, ഭഗവാനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളല്ല. കാരണം ഭഗവാൻ പരമപുരുഷനാണ്. പരമപുരുഷനായിട്ടുള്ള വ്യക്തി എന്തെങ്കിലും ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല അല്ല. ഇന്ത്യൻ പ്രസിഡന്റ് വേറെന്തെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷ കിട്ടുന്ന കാര്യം അല്ലേ. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം ഓരോ കഥ ഇറക്കുകയാണ്. നമ്മൾ പണിഷ്മെന്റ് കിട്ടും. ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിമിനൽ കിട്ടും അല്ലേ. അതേപോലെ അപ്പം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പം ലോകത്തിന്റെ മുഴുവൻ പ്രസിഡന്റ് ആയിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, അത് ശരിയല്ല. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഭഗവാനെ കുറിച്ച് തത്വതഃ ഏവം യോവേത്തി തത്വതഃ. അതേപടി തന്നെ അറിയണം. എങ്ങനെയാണ് അതേപടി അറിയുന്നത്? അതിനുള്ള വഴിയും ഭഗവാൻ പറഞ്ഞതുണ്ട് അല്ലെ. എങ്ങനെയാണ് അറിയുന്നത്? ഏവം പരമ്പര പ്രാപ്തം. ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഗുരുപരമ്പരയുണ്ട്. ആ ഗുരുപരമ്പരയിലൂടെ നമ്മൾക്ക് ഈ ജ്ഞാനം പ്രാപ്തമാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്വീകരിച്ചാൽ മാത്രം മതി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. നമ്മൾ ഭഗവാന് വന്ന് സേവനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ജ്ഞാനം ഉപദേശന്തി നമ്മൾക്കത് ലഭിക്കും. അത് നമ്മൾക്ക് ലഭിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയണം എന്നാണ് പറയുന്നത്. അങ്ങനെ അറിഞ്ഞാൽ എന്താണ് കാര്യം? അടുത്ത വീട്ടിലുള്ള ഒരാളെ കുറിച്ച് അറിയുന്ന പോലെ അല്ല ഭഗവാനെ കുറിച്ച് അറിയുന്നത് എന്ന് പറയണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് പറയുന്നു. നമ്മള് എല്ലാ ജ്ഞാന തപസ്സുകൾ, യജ്ഞങ്ങൾ, തീർത്ഥാടനം ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഫലം ഭഗവാനെ കുറിച്ച് അറിയുന്നതിനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തെക്വാ ദേഹം പുനർജന്മനൈതി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഭഗവാനെ കുറിച്ച് ശരിയായ രീതിയിൽ ഗുരുപരമ്പരയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ തെക്വാ ദേഹം. ശരീരം എന്തായാലും വെടിയാണ് അല്ലേ. ശരീരം പെർമനന്റ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. അപ്പം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തെക്വാ ദേഹം പുനർജന്മനൈതി. ആ വ്യക്തിക്ക് പുനർജന്മം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് പുനർജന്മത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ഒരു കാലമാണ്. പക്ഷേ ഭഗവത്ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത്
ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത്, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ജനിച്ചതാണോ? ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന അച്ഛന്റെയും അമ്മയുടെയും മകളായിട്ട് ജനിക്കും എന്ന് തീരുമാനിച്ചിട്ട് ജനിച്ചതാണോ? അല്ല, അങ്ങനെ ജനിച്ചു പോയി. ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത്, അല്ലെ? ഇതാണ് അച്ഛൻ, ഇതാണ് അമ്മ, ഇതാണ് എന്റെ ബന്ധുക്കള്, ഇതാണ് എന്റെ കുടുംബക്കാര്, ഞാൻ മലയാളിയാണ്, ഞാൻ തൃശ്ശൂരുകാരിയാണ്, ഞാൻ തൃശ്ശൂരുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനാണ്, എന്താണ്, ഞാൻ അയ്യന്തോടുള്ള ആളാണ്, ഞാൻ ഒളരിയിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചതാണ്, അല്ലേ? അപ്പൊ നമ്മൾ അതൊന്നും തെരഞ്ഞെടുത്ത് വന്നിട്ടില്ല എന്നതല്ല, ഏതായാലും ജനിച്ചു. അപ്പോ അങ്ങനെ ജനിച്ച ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അവസാനം അദ്ദേഹം വളരും, അല്ലേ? വളരും, വലുതാവും, പ്രായമാകും, അവസാനം ഈ ഒരു ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ. ഭഗവാൻ പറയുന്നതാണ്, ആരൊക്കെയാണോ ജനിച്ചിട്ടുള്ളത് അവരെല്ലാവരും മരിച്ചു പോകും, അല്ലേ? ഇവിടെ മരിക്കാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മരിക്കൂല ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല, അല്ലേ? ജാതസ്യ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ, ബ്രഹ്മാവ് പോലും മരിച്ചു പോകുന്നതാണ് പറയുന്നത്, അല്ലെ? ബ്രഹ്മാവ് പോലും മരിച്ചു പോകും എന്നാണ് പറയുന്നത്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ എന്നാണ്. ആ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭഗവാൻ പറയുന്നു, മരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് വീണ്ടും ജന്മമുണ്ട്. ജനിച്ച എല്ലാവർക്കും മരണമുള്ളതുപോലെ മരിച്ച എല്ലാവർക്കും എന്തുണ്ടാവും? അടുത്ത ജന്മം ഉറപ്പായിട്ടും ഉണ്ടാകും. അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് പറയുന്നത്. അത് എന്തനുസരിച്ചിട്ടാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അടുത്ത ശരീരം കിട്ടുന്നത്? വെറുതെ കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. യാദൃച്ഛികമായിട്ട് നമ്മൾക്ക് ഒരു ശരീരം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെന്റെ അച്ഛനായിപ്പോയി, ഇതെന്റെ അമ്മയായിപ്പോയി, അങ്ങനെ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അത് പ്ലാൻ ചെയ്തിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾക്ക് കിട്ടുന്നതാണ്. നമ്മളെ ബന്ധുക്കളെ, നമ്മളെ കുടുംബക്കാരെ, നമ്മളെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മക്കളെ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചതാണ്. നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് നമ്മൾക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് എന്തനുസരിച്ചിട്ടാണ്? എന്താണ് പറയുന്നത്? കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപത്തെ. കർമ്മണ, നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കർമ്മം അനുസരിച്ചും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾക്ക് അടുത്തൊരു ശരീരം കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും എന്തുണ്ട്? അടുത്തൊരു ശരീരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തിനൊക്കെ അടുത്തൊരു ശരീരം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ശാസ്ത്രമാണ് ഭഗവത്ഗീതയിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്നു, ആരാണോ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ശരീരം വെടിയുന്നത്, തെക്വാദേഹം പുനർജന്മ. ഭഗവാനെ അറിഞ്ഞ് ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വീണ്ടും ഇങ്ങനെയൊരു ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതാണോ? ശരീരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇനി ശരീരം സ്വീകരിക്കാതിരിക്കുന്നതാണോ നല്ലത്? കാരണം എന്താണ്? ഈ ശരീരം അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല, അല്ലേ? അത്ര സുഖമല്ല. നമ്മള് ആരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും സുഖമാണെന്ന് പറയും. സുഖമല്ലേ? ആ സുഖമാണ്, ഐ ആം ഫൈൻ എന്ന് പറയും. പക്ഷെ അത് സത്യമാണോ? അത് സത്യമാണോ? നമ്മൾ വെറുതെ അങ്ങോട്ട് പറയുന്നതാണ്, അല്ലെ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നമ്മൾ എന്താ പറയാ? ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും, അല്ലെ? സുഖമാണ് എന്ന് പറയും. അത് നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതാ, അങ്ങനെ പറയണം എന്ന് പറയും. എന്നാൽ സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? സുഖമാണ്. എത്ര കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ എന്ത് പറയണം? സുഖമാണ് എന്ന് പറയണം. പക്ഷെ അത് ശരിയാണോ? ശരിയല്ല. ആക്ച്വലി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ട്, അല്ലെ? ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഭഗവാൻ പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളാണ്, അല്ലെ? എന്താണ്? പ്രകൃതി സ്ഥാനി ദർശതി. ഈ പ്രകൃതി നമ്മളായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടാൻ പറയും, അല്ലേ? നമ്മൾ അതില്ല ഇതില്ല അങ്ങനെ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. രാത്രി കുറച്ചു നേരം നമ്മൾക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടും. പിന്നെ വീണ്ടും രാവിലെ എന്താണ്? ഓട്ടം തന്നെയാണ്. അല്ലെങ്കിൽ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ ശരീരം സ്വീകരിച്ചുള്ള ബുദ്ധിമുട്ട്. പിന്നെ ശരീരത്തിനകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, മനസ്സിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും.
പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മളെ കുറിച്ച് പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പൊ ഭഗവാനെ കുറിച്ച് ഒരു വ്യക്തി അറിഞ്ഞിട്ട് ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ആ വ്യക്തി പ്രയാണകാലെ, ഈ ശ്ലോകത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രയാണകാലെ എന്നാണ് പറയുന്നത്. ഈ ശരീരം വെടിയുന്നതിന് ഭഗവാൻ മരണം എന്ന് പറയുന്നില്ല. എന്താണ് പറയുന്നത്? യാത്രയാണെന്നാണ് പറയുന്നത്. അതൊരു യാത്ര, പ്രയാണം അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന, അതിനാണ് നമ്മൾ യാത്ര എന്ന് പറയാം അല്ലെ? അപ്പം ഭഗവാൻ മരണം എന്നല്ല പറയുന്നത്. ശരീരം വിട്ടുപോകുന്നതിന് എന്താന്ന് പറയുന്നത്? യാത്ര. ഇവിടുന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി അല്ലെ? ഒരാള് ഒരു വീട് വിറ്റു, ഒരാളൊരു വീട് വിറ്റു. കാരണം എന്താണ്? പുതിയൊരു സ്ഥലത്ത് അദ്ദേഹത്തിന് ആ പൈസ കൊണ്ട് കൂടുതൽ നല്ലൊരു വീട് വാങ്ങാം, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പഴയ വീട് ഒഴിവാക്കും അല്ലെ? പഴയ വീട് ഒഴിവാക്കി പുതിയൊരു സ്ഥലത്തേക്ക് പോകും. അതെന്താണ്? അതുകൊണ്ട് അദ്ദേഹം ഇല്ലാതായി പോകുന്നുണ്ടോ? ഇല്ല. അതിനും ഈ വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് പോയി. നമ്മൾ പഴയ കാറ് വിറ്റ് പുതിയൊരു കാറ് വാങ്ങും. അപ്പൊ പഴയ കാറ് നമ്മൾ ഓടിക്കുന്നില്ല. പഴയ കാർ അങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ് അല്ലെ? പുതിയ കാറാണ് പിന്നെ ഓടുന്നത്. അതേപോലെ ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ഭഗവാൻ പ്രയാണം, അല്ലെങ്കിൽ ഈ ശരീരം വെടിയുന്നതിനെയാണ് ഭഗവാൻ പ്രയാണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരണം എന്ന് പറഞ്ഞില്ല. മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? എല്ലാം തീർന്നു, സമാധാനമായി അല്ലേ, എല്ലാം തീർന്നു കിട്ടി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ തീരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. ഇപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ പ്രയാണ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മള് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങോട്ടാണ് പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് അല്ലേ? അല്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എവിടെയെങ്കിലും ഇറങ്ങി എങ്ങോട്ടെങ്കിലൊക്കെ പോകും അല്ലെ? ഓരോരുത്തർ ഓരോന്ന് പറയും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതേപോലെ ഈ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജ്ഞാനം ഇമ്പോർട്ടന്റ് ആണെന്ന് ഭഗവാൻ പറയും. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം. ഈ ശരീരം ഒഴിവാക്കുന്ന സമയത്ത് ഉള്ള സ്മരണ, അവസാന ആ സമയത്ത് ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്മരണ, അത് വളരെ പ്രധാനമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്മരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്മരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. യം യം വാപി സ്മരൻ ഭാവം. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ പ്രായം ആവുന്ന സമയത്ത് നമ്മുടെ സ്മരണയൊന്നും നമ്മുടെ കൺട്രോളിലാവില്ല ചിലപ്പോൾ അല്ലേ? ഇതൊക്കെ അങ്ങോട്ട് മാറും. പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണും നമ്മൾക്ക്, അവര് ഈ പണ്ടത്തെ ഓർമ്മയൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും അല്ലെ? പണ്ട് ഉണ്ടായിരുന്ന അവരുടെ തറവാടിന്റെ കാര്യമൊക്കെ അവര് പറയും. അവര് പണ്ട് ജീവിച്ചിരുന്ന സ്ഥലം, അവരുടെ കുട്ടിക്കാലം, ഇതൊക്കെ അവര് പറയാൻ തുടങ്ങും അല്ലെ? അയ്യോ, അവർക്ക് ആ നാരായണിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ഗോവിന്ദൻ എന്ത് പറ്റി, ഏത് നാരായണി, നമ്മൾക്കൊന്നും നാരായണനെ അറിയില്ല. പക്ഷെ അവരാരെ കുറിച്ചാണ് പറയുന്നത്? അവരെ ചെറുപ്പകാലത്തെ കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ പറയാൻ തുടങ്ങും. അപ്പൊ എന്ത് പറ്റി? സ്മരണ അവരുടെ ആ കയ്യിൽ നിന്ന് അങ്ങനെ പോയി. അപ്പൊ ഭഗവാൻ പറയുന്നത് എന്താണ്? എന്തിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടാണോ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമ്മളെ പണ്ട് കാലത്ത് ഓർമ്മയും വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വരാം. പക്ഷെ വരുന്നത് എന്തായിട്ടായിരിക്കും? വേറെ എന്തെങ്കിലും ചിലപ്പം രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ ഇവിടെ പറയുന്നു, ഭഗവാനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ നിയമം അനുസരിച്ച് എങ്ങോട്ട് പോകാം? ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് വെറുതെ എന്തെങ്കിലും സ്മരിച്ചാൽ പോരാ. ഈ ശ്ലോകത്തിൽ പറയുന്നത് അനുസരിച്ച് 3 കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് നമ്മൾ അറിയണം എന്നാണ്. ഭഗവാനെ കുറിച്ച് ആരൊക്കെയാണോ 3 കാര്യങ്ങൾ അറിയുന്നത് അവർക്ക് അവസാന സമയത്ത് ഭഗവാൻ തന്നെ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കൊടുക്കുമെന്നാണ് പറയുന്നത്.
അല്ലെ? ആ സമയത്ത് ഓർമ്മ എന്തായിരിക്കും നമ്മൾ ഓർമ്മിക്കാൻ നമ്മൾക്ക് അറിയാൻ പറ്റില്ല, അല്ലെ? നമ്മൾ വിചാരിക്കും ഭഗവാനെ കുറിച്ചൊക്കെ ഓർമ്മിക്കാം എന്ന് വിചാരിച്ച്, പക്ഷെ ഓർമ്മ വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ അങ്ങോട്ട് പോകും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഈ 3 കാര്യങ്ങള് ഭഗവാനെ കുറിച്ച് അറിയുകയാണെങ്കിൽ അവസാന സമയത്ത് ഭഗവാൻ തന്നെ അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കൊടുത്തോളും. ഭഗവാനെ കുറിച്ച് ഈ 3 കാര്യങ്ങൾ ആരൊക്കെയാണോ ശരിക്കും മനസ്സിലാക്കുന്നത്, അവസാന സമയത്ത് ഭഗവാൻ തന്നെ അവർക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കൊടുത്തുകൊള്ളുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണോ ഇത് അറിഞ്ഞ് അവർക്ക് അതിൽ ബോധ്യമുണ്ടായത്, അതിൽ വിശ്വാസമുണ്ടായത്, അവർക്ക് ഭഗവാൻ തന്നെ ഓർമ്മ കൊടുക്കും. മത്ത് സ്മൃതി ജ്ഞാനം അബോഹനഞ്ച, ഞാനാണ് ഓർമ്മ കൊടുക്കുന്നത് എന്ന് ഭഗവാൻ പറയും, അല്ലെ? ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് ഭഗവാൻ, ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓർമ്മ കൊടുത്തോളും. അപ്പൊ എന്തൊക്കെയാണ് ഭഗവാനെ കുറിച്ച് അറിയേണ്ടത്? ഒന്ന് ഭഗവാൻ പറയുന്നു, സാധിഭൂതാദി ദൈവം മാം സാധിയജ്ഞം ചെയ്തു. ഒറ്റ ശ്ലോകത്തിൽ ഭഗവാൻ ഈ 3 കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ അതിഭൂതം, ഭഗവാനാണ് അതിഭൂതം. അതിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ അർജുനൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അതിഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയായിട്ടുള്ളത് ഭഗവാനാണ്. എല്ലാവരുടെയും സുഹൃത്തായിട്ടുള്ള വ്യക്തി ആരാണ്? ഭഗവാൻ. എല്ലാ ജീവജാലങ്ങളുടെയും സർവയോനിഷു കൗന്ദയ, എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ് ഭഗവാൻ, അല്ലേ? ഭഗവാൻ പറയുന്നില്ല ഞാൻ മനുഷ്യരെ മാത്രം സൃഷ്ടിച്ചു, മനുഷ്യർക്ക് എല്ലാ ജീവജാലങ്ങളെയും കൊന്നു തിന്നാം, അങ്ങനെ ഭഗവാൻ പറയുന്നില്ല. ചില ആളുകൾ മതത്തിന്റെ പേരിൽ മറ്റു ജീവികളൊക്കെ കൊന്നു തിന്നും, അല്ലെ? ഞങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്തായിട്ടാണ്? ഭൂമിയുടെ അധിപതികളായിട്ടാണ്, ഭൂമിയെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ജീവികളൊക്കെ കൊന്ന് ചാപ്പിടാം. അങ്ങനെയാണ് അവരുടെ നിയമം. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? ഞാനാണ് എല്ലാവരുടെയും പിതാവ് എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവയോനിഷു കൗന്ദയ, എല്ലാവരുടെയും സുഹൃത്ത് ഞാനാണ്. അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ആരുണ്ടായിരിക്കും? ഭഗവാൻ ഉണ്ടായിരിക്കും. ഈ കാര്യം ആരാണോ മനസ്സിലാക്കുന്നത്, എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അത് വേറെ ആരുമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയായിട്ടുള്ളത്. ഉള്ളിൽ നിന്ന് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ജീവിയെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാൻ ഭഗവാന് സാധിക്കും എന്നുള്ള കാര്യം, അതാണ് ഒന്നാമത്തെ കാര്യം ഭഗവാൻ പറഞ്ഞത്. സ അധിഭൂതം സാധിഭൂതം, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സാധിഭൂതം. ഇതാർക്കാണോ ബോധ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് എന്താണ് പറയുന്നത്? സാധി ദൈവം. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ദേവതമാരെയാണ്. ദേവതമാർ, എല്ലാ ദേവതമാരുടെയും അധിപതിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, അല്ലെ? നമ്മള് പല ദേവതമാരെയും പലപ്പോഴും ഈശ്വരനായിട്ട് പറയാറുണ്ട്, അല്ലെ? ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മാവ്, മഹാദേവൻ, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളാണ്. ജഗന്നാഥൻ എന്നൊക്കെ പറയും, അല്ലെ? ആ ജഗത്തിനെ നയിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയും ഒക്കെ ഈശ്വരനാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്. ബ്രഹ്മാവിനിത് മനസ്സിലായി. ബ്രഹ്മാവ് ഭഗവാനെ നേരിട്ട് കണ്ടത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ആദ്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? ഈശ്വര പരമകൃഷ്ണ. ഈശ്വരന്മാർ ഒരുപാട് പേരുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആളെന്നേ അർത്ഥമുള്ളൂ. ശ്രീല പ്രഭാകർ പറയുന്നു, നമ്മളൊക്കെ ഈശ്വരന്മാർ തന്നെയാണ്. നമ്മളെവിടെയാ ഈശ്വരൻ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഈശ്വരനാണ്, അല്ലെ? ഞാൻ എൻ്റെ മക്കളെ നിയന്ത്രിക്കുന്നുണ്ട്. മക്കളൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെയാണ് കേൾക്കുന്നത്. സ്കൂളിൽ പോയാൽ ടീച്ചറാണ് അവിടെ ഈശ്വരൻ, അല്ലെ? ടീച്ചറാണ് കുട്ടികളെ നിയന്ത്രിക്കുന്നത്. അവിടുത്തെ ഈശ്വരൻ ടീച്ചറാണ്. പിന്നെ അവർക്ക് ഒരു ഈശ്വരനുണ്ട്, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആയിട്ട് വേറൊരു ഈശ്വരൻ.
അപ്പൊ അങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആളുകൾ നമ്മളൊക്കെ എന്ത് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈശ്വരൻ പരമം, ഇനിയൊരു ഈശ്വരൻ മുകളിലില്ല. അങ്ങനെ ഒരു ഈശ്വരൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. എല്ലാ ദേവീദേവന്മാരും ആരാധിക്കുന്ന പരമ ഈശ്വരൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതാണ് ഇവിടെ സാധി ദൈവം എന്ന് പറഞ്ഞത്. എല്ലാ ദേവതമാരുടെയും ഈശ്വരൻ. ഏത് ദേവതയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ദേവനൊക്കെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദേവന്മാരൊന്നും വെറുതെ ഇരിക്കുന്നില്ല, അല്ലെ? ദേവന്മാരൊക്കെ ഈശ്വരനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. ബ്രഹ്മാവ് പോലും ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ദേവതമാരുടെ ഒക്കെ ഈശ്വരനാണ് ഭഗവാൻ. എന്താ ഭഗവാൻ എന്നത്? മാം എന്നാണ് പറയുന്നത്. മാം, ഭഗവാൻ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്, അല്ലെ? ഇത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആളുകൾ വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കും. മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെയല്ല. കൃഷ്ണൻ മാം എന്ന് പറഞ്ഞു, കൃഷ്ണൻ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്? കൃഷ്ണനെ തന്നെയാണ്, അല്ലെ? ഞാൻ ഇവിടെ പറയാം എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ്? എന്നെയാണ്, അല്ല, വേറെ ആരെയുമല്ല. അതേപോലെ ഭഗവാൻ എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ മാം, എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഭഗവാനെ എല്ലാ ദേവന്മാരുടെ ഈശ്വരനായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനായിട്ട് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇത് വലിയ ജ്ഞാനമാണ്. കാരണം ഒരുപാട് ജന്മങ്ങൾക്ക് നമ്മൾക്ക് ഈ ജ്ഞാനം ഇല്ലാണ്ട് പോയി. എത്രയോ ജന്മങ്ങൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യജന്മം കിട്ടിയിട്ടും ഇത് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്, അല്ലേ? എല്ലാ മനുഷ്യർക്കും പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഭഗവാൻ അങ്ങനെ ആരും കൊടുക്കില്ല എന്നാണ്. നാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവർക്കും പ്രകാശിക്കുന്നില്ല, എല്ലാവർക്കും എന്നെ കുറിച്ചുള്ള അറിവ് ഞാൻ കൊടുക്കുന്നില്ല. കാരണം അതിനെന്ത് വേണ്ട ആവശ്യമാണ്? കുറച്ച് ആ ഒരു തപസ്, ജ്ഞാന തപസ് ഒക്കെ ആവശ്യമാണ്, ശുദ്ധി ആവശ്യമാണ്. അങ്ങനെ ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക്, ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ കൊടുക്കുള്ളൂ. അതാണ് ഈ അധ്യായത്തിന്റെ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ആർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. എന്താണ്? മയ്യാസക്ത മനാപാർത്ഥ യോഗം യുജ്ജൻ മദാശ്രയ. ഭഗവാനെ ആശ്രയിച്ചവർക്ക് എന്ത് കിട്ടുള്ളൂ? ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയുള്ളൂ. ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയുള്ളൂ. എല്ലാവർക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആരോടെങ്കിലും പോയിട്ട് നാട്ടിൽ പോയി ചർച്ച ചെയ്തത് കൊണ്ട് ഭഗവാനെ കുറിച്ച് ഒരിക്കലും അറിയാൻ സാധിക്കും. ചർച്ച നമുക്ക് എത്ര കാലം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്, ആ ഭക്തന്മാരുടെ സമ്പർക്കം കൊണ്ട്, ഭഗവാനെ കുറിച്ച് അറിയുന്ന ഭക്തന്മാരുടെ സമ്പർക്കത്തിലാണ് നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഭഗവാനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഭഗവാനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. ഭഗവാൻ ആരാണ്? സാധിഭൂതമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനാണ് ഭഗവാൻ. എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒന്നുകൂടി പറയുന്നുണ്ട്, സാധിയജ്ഞം ചെയ്തു എന്നുകൂടി പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? സ അധിയജ്ഞം. ഇതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഭഗവാൻ ആരാണ്? അധിയജ്ഞനാണ്. എല്ലാ യജ്ഞങ്ങളും നമ്മൾ പല പല യജ്ഞങ്ങളുണ്ട്, അല്ലെ? ദേവന്മാർക്കുള്ള യജ്ഞം, പിതൃക്കൾക്കുള്ള യജ്ഞം, അതേപോലെ ഭൂതഗണങ്ങൾക്കുള്ള യജ്ഞം, ഋഷിമാർക്കുള്ള യജ്ഞം, മനുഷ്യന്മാർക്കുള്ള യജ്ഞം, ഇങ്ങനെ 5 തരത്തില്, മിനിമം 5 തരത്തില് പ്രധാനമായിട്ടും യജ്ഞങ്ങളാണ്. ആ യജ്ഞങ്ങളൊക്കെ നമ്മൾ ദേവന്മാർക്കാണ് സമർപ്പിക്കുന്നതെങ്കിലും ആ യജ്ഞത്തിന്റെ യഥാർത്ഥ അധിപതി ആരാണ്? യജ്ഞ പുരുഷൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് യജ്ഞം നടത്തി കഴിഞ്ഞാലും അവസാനം, ദേവന്മാർക്കുള്ള യജ്ഞമാണെങ്കിലും ആർക്ക് അവസാനം സമർപ്പിക്കും? ഭഗവാൻ നാരായണന് സമർപ്പിക്കും, അല്ലെ? നാരായണേ ഇതി സമർപ്പയാമി എന്ന് പറയും. ഇതെല്ലാം ഈ യജ്ഞങ്ങളൊക്കെ ചെയ്തു അവസാനം ഞാൻ ഇത് ആർക്ക് സമർപ്പിക്കുന്നു?
ഭഗവാൻ നാരായണന് സമർപ്പിക്കുന്നത്. എവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനിലാണ്. പൂർവകം നിങ്ങൾ വളഞ്ഞ വഴി കൊടുത്താലേ എൻ്റെ അടുത്തെത്തും എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലേ? നിങ്ങള് അച്ഛനെ മക്കൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അല്ലേ? അപ്പം ചില മക്കൾ എന്ത് ചെയ്യും, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ചേട്ടനോട് പറയും, അല്ലെങ്കിൽ വല്യച്ഛന്റെ മോനോട് പറയും, ഒന്ന് അച്ഛനോട് പറയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പം അച്ഛൻ എന്ത് വിചാരിക്കും, അജി അവനെന്താ എന്നോട് പറഞ്ഞോടായിരുന്നു അല്ലേ, അവനെന്താ കുഴപ്പം, എന്നോട് നേരിട്ട് പറയുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ ഭഗവാനെ നേരിട്ട് ആരാധിക്കാത്ത ആളുകളെ കുറിച്ച് ഭഗവാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ മക്കളാണ് എല്ലാവരും, അവരിങ്ങനെ അതിലൂടെ പോയി ഇതിലൂടെ പോയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ അടുത്ത് നേരിട്ട് വരാമായിരുന്നു. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണ്, അവിധിപൂർവകം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മൂക്ക് പിടിക്കുന്ന കാര്യം, ഇങ്ങനെ മൂക്ക് പിടിച്ചാൽ മതി അല്ലേ, വളഞ്ഞ് മൂക്ക് പിടിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ നമ്മൾക്ക് 9 ദ്വാരങ്ങളുണ്ട് അല്ലെ, 9 ദ്വാരങ്ങളുണ്ട് ശരീരത്തില്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും പോഷണം കിട്ടണം, അതുകൊണ്ട് എല്ലാ ദ്വാരത്തിലൂടെയും നമ്മൾ ഭക്ഷണം കൊടുക്കാം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? ചെവിക്ക് നല്ല ആരോഗ്യം കിട്ടട്ടെ എന്നവരുത്. നമ്മളിപ്പോ പ്രസാദം കിട്ടുന്ന സമയത്ത്, ഭക്ഷണം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെവിയിൽ കുറെ കൊടുക്കും, കുറെ മൂക്കില് കൊടുക്കും അല്ലെ, മൂക്കിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, കുറെ കണ്ണില് കൊടുക്കും. എന്തായിരിക്കും അവസ്ഥ? എത്തൂല്ല എന്ന് മാത്രമല്ല, നമ്മൾക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇല്ല, അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല അല്ല, അതിന്റെ ഫലം ഉണ്ടാകുന്നില്ല. അതിനെയാണ് ഭഗവാൻ അവിധിപൂർവകം എന്ന് പറഞ്ഞത്. നമ്മൾ ആഹാരം ഏതിലൂടെ സ്വീകരിക്കണം? നമ്മുടെ വായിലൂടെ സ്വീകരിക്കണം അല്ലേ? എവിടെ എത്തിയാൽ മതി? ഒരു സ്ഥലത്ത് എത്തിയാൽ മതി, വയറിൽ എത്തിയാൽ മതി. എവിടേക്ക് എത്തിക്കോളും? എല്ലാ സ്ഥലത്തും എത്തിക്കോളും അല്ലെ? എന്താണ്? യഥാ തരോർമൂല നിഷേചനേന തൃപ്യന്തി തത്സ്കന്ധ ഭുജോപശാഖ. ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എവിടെ ഒഴിച്ചാൽ മതി? എവിടെ ഒഴിച്ചാൽ മതി? ആ ചെടിക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലെ? ചെടിക്ക് വേരുണ്ട്, തണ്ടുണ്ട്, ഇലയുണ്ട്, കായുണ്ട്, പൂവുണ്ട്, ഇതിനൊക്കെ വെള്ളം എത്തിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇലയിലൊഴിക്കും, കായലൊഴിക്കും അല്ലെ, എല്ലാ സ്ഥലത്തും ഒഴിക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യഥാ തരോർ മൂലം നിശ്ചയിച്ചന. മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ ഒഴിച്ചാൽ എവിടെ എത്തും? എല്ലാ സ്ഥലത്തും എത്തും. അതേപോലെ ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ, ഭഗവാനാണ് മൂലം അല്ലെ, നാരായണൻ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലപുരുഷൻ ആരാണ്? ഭഗവാൻ നാരായണനാണ്. അതുകൊണ്ട് നാരായണന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിക്കോളും അല്ലെ. യസ്യ തുഷ്ടേ ജഗത് തുഷ്ടേ. ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാകും? വയറിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാകും അല്ലേ? വയറിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും, ചെവിക്കും മൂക്കിനും എല്ലാം സന്തോഷമാകും, കൈക്കും ഒക്കെ. എല്ലാവരും പറയുന്നതാ വയറിന് കൊടുത്താൽ മതി. ചെവി പറയും വയറിന് കൊടുത്താൽ, മൂക്ക് പറയും വയറിന് കൊടുത്താൽ മതി അല്ലെ, കയ്യും പറയും വയറിന് കൊടുത്താൽ, കാലും പറയും വയറിന് കൊടുത്താൽ. അവിടെ കൊടുക്കും, അവിടെയാ കൊടുക്കേണ്ടത് അല്ലെ. എനിക്ക് നേരിട്ട് തന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അവിധിപൂർവകം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കൊടുത്താൽ മതി, ഞങ്ങൾക്കൊക്കെ കിട്ടിക്കോളും. ഇത് അവിടെ കൊടുത്താൽ മതി, ഞങ്ങൾക്കൊക്കെ കിട്ടിക്കോളും എന്ന്. അങ്ങനെയാണ് നമ്മൾക്ക് പിതൃക്കൾക്ക് കൊടുക്കണമെങ്കിലും, ദേവന്മാർക്ക് കൊടുക്കണമെങ്കിലും, ഭൂതഗണങ്ങൾക്ക് കൊടുക്കണമെങ്കിലും ഒക്കെ ആർക്കാണ് കൊടുക്കേണ്ടത്? ഭഗവാനാണ് കൊടുക്കേണ്ടത്. കാരണം ഭഗവാനാണ് യജ്ഞ പുരുഷൻ. യജ്ഞപുരുഷൻ ആരാണ്? ഭഗവാൻ. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരൻ. ഞാനാണ് ഭോക്താവ്, എനിക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കുന്ന വ്യക്തി ആരാണ്? ഭഗവാനാണ്. ദേവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാലും അവര് ആർക്ക് കൊടുക്കും? ഭഗവാൻ കൊടുക്കും. മയ്യൈവ വിഹിതാൻ അല്ലെ. നിങ്ങൾക്ക് ദേവന്മാരെന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആര് തന്നതല്ല? ദേവന്മാര് തന്നതല്ല, ഞാൻ തന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. ഞാൻ കൊടുത്തതാണ്. കാരണം അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളോട് പറഞ്ഞതല്ലേ, ഓക്കെ സാങ്ഷൻ ചെയ്ത് വിട്ടു അല്ലേ. അപ്പൊ ഭഗവാൻ സാങ്ഷൻ ചെയ്താലേ അത് അപ്രൂവ് ആവുള്ളൂ. കാരണം ഭഗവാനാണ് സൈനിങ് അതോറിറ്റി. ആരാണ്? ഭഗവാനാണ്.
നമ്മൾ ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും അവസാനം ആര് സൈൻ ചെയ്യണം? ഭഗവാൻ ഭഗവാൻ സൈൻ ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞത് സാധിയജ്ഞം. ഭഗവാനാണ് യജ്ഞപുരുഷൻ. അപ്പൊ ഒന്നുകിൽ നമ്മൾക്ക് നേരിട്ട് ഭഗവാനോട് വിധിപൂർവകമായിട്ട് ഭഗവാനോട് പറയാം, അല്ലെങ്കിൽ പല വഴിക്കും പറയാം. എങ്ങനെ പറഞ്ഞാലും ഭഗവാന്റെ അടുത്താണ് അവസാനം എത്തുക. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൂടുതൽ സന്തോഷമാണ്. അതാണ് ഭഗവാൻ അവസാനം, ഗീതയുടെ അവസാനം അങ്ങനെയാണ് പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. എല്ലാ ദേവിതന്മാരും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തികളാണ്. നമ്മളും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും, ഭഗവാന്റെ ഭക്തനാകാനും സാധിക്കും. അതാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്നാണ് പറയുന്നത്. ഭഗവാനിൽ നിന്ന് വിട്ടത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ടെൻഷനൊക്കെ എന്നാണ് പറയുന്നത്. നമ്മളുടെ ടെൻഷന്റെ മൂലകാരണത്തിനെ കുറിച്ച് ഭാഗവതത്തിൽ പറയാം, ഇല്ലേ? ഇവിടെ ആർക്കും നമ്മൾക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയാൻ സാധിക്കും. എനിക്ക് ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കള്ളത്തരം, അല്ലേ? ഒരു ടെൻഷനും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? ഒരു ടെൻഷനല്ല, ഒരുപാട് ടെൻഷൻസ് നമ്മൾക്കുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ടെൻഷനെ ഭാഗവതത്തിൽ പറയുന്നത് ഭയം എന്നാണ്. നമ്മളിപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും. ഭാഗവതത്തിൽ അതിനെ ഭയം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണത്തിനെ കുറിച്ച് പറയുന്നത് ഭാഗവതം. എന്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഭയം ഉണ്ടാകുന്നു? എല്ലാവർക്കും ഭയമുണ്ട്. ഭയത്തിന്റെ കാരണം അറിയോ? ഭയം എല്ലാവർക്കും ഉണ്ട്. ഈ ഭയത്തിന്റെ കാരണം എന്താണ്, റൂട്ട് കോസ് എന്താണ് എന്നവിടെ പറയുന്നുണ്ട്. എന്താണ്? ഭയം ദിദിയാത് അഭിനിവേശസ്യാത് എന്നാണ് ഭാഗവതത്തില് പറയുന്നത്. എപ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്? നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നറിയുമ്പോഴാണോ, അല്ലെങ്കിൽ നമ്മൾ കൂട്ടമായിട്ടിരിക്കുമ്പോഴാണോ, നമ്മളെ സഹായിക്കാൻ ആളുള്ളപ്പോഴാണോ നമ്മൾക്ക് ഭയം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്ന് വിചാരിക്കുമ്പോഴാണോ ഭയം? ഒറ്റയ്ക്കായി പോയി, അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല, അപ്പൊ നമുക്ക് ഭയം ഉണ്ടാവും, അല്ലേ? എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. അപ്പോൾ തിരിച്ച് അറിഞ്ഞാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് അല്ല. ആരുണ്ട്? തൊട്ടടുത്ത് തന്നെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. പക്ഷെ എന്ത് സംഭവിച്ചു? നമ്മളത് മറന്നുപോയി, അല്ലേ? അപ്പൊ ഭഗവാനെ മറക്കുന്നതാണ് എല്ലാ ടെൻഷന്റെയും കാരണം, അല്ലേ? ഭഗവാൻ ഇതൊക്കെ ശരിയാക്കി തരാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളും മാറും. ഏത് സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല? ഭയത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ മറന്നു പോയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മൾക്ക് ഇതിൽ നിന്ന് ഞാൻ തന്നെ ചെയ്യണമല്ലോ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾക്ക് അറിയില്ല. ആകെ കുഴഞ്ഞു മറന്ന് കിടക്കാണ്. അപ്പൊ ഇതെങ്ങനെ ശരിയാവും എന്ന് നമ്മൾക്ക് ഒരിക്കലും അറിയില്ല. നമ്മൾ കുറെ ട്രൈ ചെയ്യും, പക്ഷെ ആർക്കേ ഇത് ശരിയാക്കാൻ സാധിക്കുള്ളൂ? ഭഗവാനെ ശരിയാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഭഗവാൻ പറഞ്ഞതേ ഈ പ്രകൃതി അനുസരിക്കുള്ളൂ. നമ്മൾ പറഞ്ഞ പ്രകൃതി അനുസരിക്കില്ല, അല്ല? മയാധ്യക്ഷേണ പ്രകൃതി. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ആണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്, നമ്മുടെ നിർദ്ദേശം അനുസരിച്ചല്ല. നമ്മൾ കുറെ ട്രൈ ചെയ്യും, നമ്മൾ പ്രകൃതിയെ നിയന്ത്രിക്കാൻ കുറെ ശ്രമിച്ചു, പക്ഷെ വീണ്ടും വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഭഗവാന് എല്ലാ സാഹചര്യം, ഭഗവാൻ പറയുന്നത് മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി. എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ എന്റെ സന്തോഷം കൊണ്ട് തന്നെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദ തരിഷ്യസി. എന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. പക്ഷെ ഇതിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാവുക? വിശ്വാസമുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകുക, അല്ലെ? വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം. ഭഗവാനെ കുറിച്ച് കേട്ടാൽ പോരാ, വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ കേൾക്കണം, അല്ലെ? ഭഗവാനെ കുറിച്ച് കുറെ കഥ പറഞ്ഞു അവസാനം പറയും ഇതൊക്കെ കഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കഥയില്ല, അല്ലെ? ഇതില് പറയുന്ന ആൾക്കും എന്തുണ്ടായിരിക്കണം?
വിശ്വാസമുണ്ടായി. അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 കാര്യം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ പ്രയാണകാലേ, അവസാന യാത്രയുടെ സമയത്ത് ഭഗവാൻ തന്നെ നമ്മളെ കുറിച്ചുള്ള നമ്മൾക്ക് ഓർമ്മ തരും എന്നാണ് പറയുന്നത്. അല്ലെ, ഭഗവാൻ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. അവർ യുക്തചേതസന്മാരായിട്ട് ഭഗവാനോട് ചേർന്നിരിക്കുന്നവരായിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഭഗവാനെ കുറിച്ച് ഈ 3 കാര്യങ്ങൾ ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ആര് തന്നെ കൊടുക്കും? ഭഗവാൻ തന്നെ കൊടുക്കും. അപ്പൊ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? സാധിഭൂതം, സാധിദേവം, സാധിയജ്ഞം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ദേവീ ദേവന്മാരുടെയും ഈശ്വരൻ. എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും യജ്ഞമായിട്ട് ചെയ്യാം. എന്തായാൽ മതി? ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തി ആയാൽ മതി. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് യജ്ഞം എന്ന് കേൾക്കുന്ന സമയത്ത് എന്താ ഓർമ്മ വരിക? ഇങ്ങനെ ഹോമം അല്ലെ, ഇവിടെ തീ കൂട്ടണം, എന്നിട്ട് അതിലെങ്ങനെ പുക വരണം, സ്വാഹ സ്വാഹ എന്ന് പറയണം. അതെ, അതാണ് നമ്മൾക്ക് യജ്ഞം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഭഗവാന് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും എന്താണ്? യജ്ഞമാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും യജ്ഞമാണ്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ത് തന്നെയാണ്? യജ്ഞമാണ്. ഭഗവാൻ പറയും യജന്തേ ജ്ഞാനയജ്ഞേന. ഭഗവാനെ കുറിച്ചുള്ള ഈ സംവാദം ചർച്ച ചെയ്യുന്നത് ജ്ഞാനയജ്ഞമായിട്ട് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ എന്തെങ്കിലും സമയം ആയിട്ടുണ്ട് അല്ലേ? കുറച്ച് കൂടുതലായിരുന്നു. കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് 1-2 മിനിറ്റ് ഡിസ്കസ് ചെയ്യാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കീ ജയ്. ഒരവസരമാണ് മാതാജി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു ഒരു അവസരമാണ്. എപ്പോഴും പ്രഭുവിനെ പോലുള്ളവരെ കിട്ടില്ല. ഓക്കെ, സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത നരസിംഹ. ശില പ്രഭുപാദ് കീ ജയ്. ഹരേ കൃഷ്ണ.